അങ്ങനെ ഞങ്ങൾ വേറൊരു ഓണാഘോഷത്തിനായിട്ട് വന്നിട്ടുണ്ട്. പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. ഓക്കെ, ഇത് നമ്മുടെ JC പാലസ് ഹൈലോക്സ് എന്ന് പറയുന്ന ഒരു JC ഓർഗനൈസേഷൻ്റെ ഓണം പരിപാടിയാണ്. നമ്മൾ പാഞ്ചാലിമേടിലാണ് വന്നേക്കുന്നത്. ഇവിടെ എല്ലാവരും ഓരോരോ പരിപാടിയായിട്ട് നിൽക്കുകയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ പൂക്കളം ഇടാനുള്ള പരിപാടികളൊക്കെയാണ്. ഓക്കെ, പൂ പരിപാടിക്ക് ആൾക്കാരുടെ എണ്ണം കൂടി. ആണുങ്ങളൊക്കെ ഇവിടെ ഇരുന്നുണ്ട് കാഴ്ച കാണുന്നു. പുറത്തോട്ടുള്ള കാഴ്ചകൾ. സൂപ്പർ. പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ പൂക്കളം വരയ്ക്കുന്നു. അങ്ങനെ ജിയ അലക്സിന്റെ തോളത്ത് കയറി. അങ്ങനെ രാവിലെ ഒരു പഴംപൊരിയും കാപ്പിയും കൂടെയാണ്. ഇത് കഴിഞ്ഞ് എല്ലാവരും ഞാനിപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂവിൻ്റെ പരിപാടി തുടങ്ങി. അങ്ങനെ ഏകദേശം പരിപാടിയാണ്. ക്ലാസ്സിന് അത്യാവശ്യം പോകേണ്ട ആളായിരുന്നു. നമ്മള് ഗെയിമുകളിലേക്ക് കടക്കുകയാണ്. അപ്പം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ലോകത്തിന്റെ രൂപീകരണത്തിന് തന്നെ തുടക്കം ഒരു മാതൃകയുണ്ട്. ഒരു വലിയ സന്തോഷമുള്ളത് കുടുംബാംഗങ്ങളെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നമുക്ക് ഓണ സെലിബ്രേഷൻ ഒരിക്കലും ഒരു ആശംസയായിരുന്നു. അതോടൊപ്പം ഇങ്ങനെ ഒരു നമുക്ക് വീണ്ടും ഒരു ഓണം ആഘോഷിക്കാൻ പറ്റുമല്ലോ. പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ 3-4 മെനു പറഞ്ഞു. ഓ വീട് അല്ല എന്നാലോ മിന്നായത്തിന്റെ എത്തിച്ച അങ്ങനെ ഞങ്ങൾ പാഞ്ചാലിമേട് വന്നു. അവിടെ പാഞ്ചാലിമേടിലാണ് ഈ പ്രാവശ്യം നമ്മൾ JCI എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഓണം സെലിബ്രേഷൻ. ഓ, ഇവിടെ ഒരാൾക്ക് ടാറ്റ പോയാൽ മാത്രം മതി. എന്നെ കൊണ്ട് ഇപ്പം ടാറ്റ പോകാനായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. നമുക്ക് എങ്ങോട്ടാണ് പോകുന്നേ? വണ്ടിക്കോ? എങ്ങോട്ട് വണ്ടിക്ക് പോകാം? നമ്മളിവിടെ വന്നതാ. നമ്മളിവിടെ പാലായിന് ഇവിടം വരെ വന്നതാ. നമ്മൾ പാലായിന് ഇവിടം വരെ വന്നതാ പാഞ്ചാലിമേടിൽ. ഇനി എങ്ങോട്ട് പോകാനാ? പാഞ്ചിലോ? പോവാനോ?
ഒരു രക്ഷയില്ല. ആ ടാറ്റ പോവാന്ന് പറഞ്ഞ ഒറ്റ വിചാരമേ ഉള്ളൂ നമുക്ക്. നമുക്ക് തിരിച്ചു പോവാം. കിട്ടുന്നുണ്ടോ അവള്? പക്ഷെ കവർ ഒന്നേ ഉള്ളൂ. അത് മുഴുവൻ കുടിക്കുന്നു. ചെവിങ്ങാണ്ട് പോയി ഇടിച്ചു. കയ്യും പൊക്കി പിടിച്ചോണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ അങ്ങനെ ഇതിന്റെ സമാപനം. മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഇനിയും നമുക്ക് ഒത്തിരിയേറെ പാഞ്ചാലിമണ്ഡലത്തെ പറ്റി 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ബിറ്റിന്റെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ഇവിടെ ഒരു കുളമുണ്ട്. ഇപ്പൊ അത് കുളം ഏറെക്കുറെ മൂടിപ്പോയി. അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.